കാമുകനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ കേസിൽ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിക്കുമോ? പാറശാലയിലെ ഷാരോൺ രാജ് കൊലക്കേസിൽ കേരളം കാത്തിരുന്ന ശിക്ഷാവിധി നാളെയാണ്. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ പ്രായം പരിഗണിച്ച് ശിക്ഷയിൽ പരമാവധി ഇളവ് വേണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെടുന്നു. ഒന്നാം പ്രതി ഗ്രീഷ്മയും അമ്മാവനും മൂന്നാം പ്രതിയുമായ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയതാണ്. കേരളത്തിൽ നടുക്കിയ കൊലപാതകം. സൈനികന്റെ വിവാഹാലോചന എത്തിയപ്പോൾ കാമുകനെ കൊല്ലാൻ തീരുമാനിച്ച പ്രതി. ആന്തരിക അവയവങ്ങൾ അഴുകിമരിച്ച ഷാരോൺ. ഒരു നിമിഷത്തെ ചിന്തയിൽ കൊലപാതകമല്ല, മറിച്ച് മാസങ്ങളുടെ ആലോചനയിൽ ആസൂത്രിതമായി നടത്തിയ പാതകം. തൂക്കുകയറിൽ കുറഞ്ഞൊന്നും ഗ്രീഷ്മയ്ക്ക് നൽകരുതെന്നാണ് ഷാരോണിന്റെ കുടുംബത്തിന്റെ ആവശ്യം. എന്നാൽ 23-കാരി ഗതികേട് കൊണ്ട് ചെയ്ത കുറ്റകൃത്യമെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. നഗ്നദൃശ്യം പകർത്തി സാമൂഹ്യവിരുദ്ധ സ്വഭാവമുള്ള ഷാരോൺ ബ്ലാക്ക്മെയിലിന് ഗ്രീഷ്മയെ വിധേയയാക്കിയെന്ന വാദത്തിന് എത്രമാത്രം പ്രാധാന്യം കോടതി നൽകുമെന്നതും വിധിക്ക് ശേഷം വ്യക്തമാകും. എന്നാൽ അങ്ങനെയൊരു ദൃശ്യമേയില്ലെന്ന് അന്വേഷണ സംഘം പറയുന്നു. മറ്റ് തെളിവുകൾ വെച്ച് ചോദിച്ചപ്പോൾ അവസാനം പിടിച്ചു നിൽക്കാനാവാതെ എല്ലാ ഉത്തരവും മുട്ടിയ അവസരത്തിലാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന്, അതും പൂർണ്ണമായിട്ടും പറഞ്ഞില്ല, ചെയ്തു എന്ന് അത്ത രീതിയിൽ സമ്മതിച്ചു. പിന്നീട് അതിന്റെ മറ്റ് തെളിവുകൾ കണ്ടെത്തുന്നതിലേക്കുള്ള അന്വേഷണവുമായിട്ട് പ്രതി സഹകരിച്ചിരുന്നു. സഹകരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം പഴുതരത്തിലുള്ള അന്വേഷണമായിരുന്നു. എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയ ചെറിയ ഇന്ന സ്ഥലത്ത് ഷാരോനുമായിട്ട് പോയി എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോലും അന്വേഷണ ഉദ്യോഗസ്ഥനായ ഞാൻ ടീമും നേരിട്ട് പോയിട്ട് അവിടെയുള്ള നിസ്സാരമെന്ന് കരുതുന്ന സാക്ഷികളെ പോലും കണ്ടു ചോദിച്ചിരുന്നു. ഒരു തെളിവും ഇതിൽ വിട്ടുപോരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. ആത്മഹത്യാ പ്രവണതയുണ്ടെങ്കിൽ വിളിച്ചു വരുത്തിയത് എന്തിനെന്നും ഷാരോൺ വരുന്നതുവരെ വിഷം കലർത്തിയ കഷായം കാത്തുവെച്ചത് എന്തിനെന്നുമുള്ള വാദിഭാഗത്തിന്റെ ചോദ്യം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഗ്രീഷ്മയ്ക്ക് പരിവർത്തനത്തിനുള്ള സമയം നൽകണമെന്ന ആവശ്യത്തിന് കോടതിയുടെ ആനുകൂല്യം ഉണ്ടാകുമോ ഇല്ലയോ? ന്യൂസ് 18 തിരുവനന്തപുരം.